എന്നെ പറ്റി പറയാൻ നിനക്ക് എന്താ അവകാശം? എന്താ നീ പറയണത്? എന്റെ പേരെടുത്ത് ഇവിടെ വാർത്ത ഉണ്ടാക്കാൻ എന്താ നിന്നോട് ആര് പറഞ്ഞേ? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധിയോടും കൈരളി ന്യൂസ് ചാനലിന്റെ പ്രതിനിധിയോടും തട്ടിക്കയറിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. കഴിഞ്ഞ ദിവസം കേരള ഹൗസിലെത്തിയ ദീപ ജോസഫിന്റെ വാർത്ത നൽകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന സാഹചര്യം ഉണ്ടായത്. റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പറഞ്ഞ ചില കാര്യങ്ങളാണ് ദീപ ജോസഫിനെ ചൊടിപ്പിച്ചത്. രാഹുൽ മങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിലെ പ്രതി കൂടിയാണ് അഭിഭാഷക ദീപ ജോസഫ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പരാമർശമാണ് ദീപ ജോസഫിനെ ചൊടിപ്പിക്കുകയും എന്തിനാണ് ഇത്തരത്തിൽ വാർത്ത നൽകുന്നത്, താൻ ഇവിടെ എത്തിയെന്നത് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ, മറ്റുള്ള കാര്യങ്ങൾ അതായത് അതിജീവിതയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അതിജീവിതയോ രതിജീവിതയോ കുറിച്ച് സംസാരിക്കാനല്ല എന്നായിരുന്നു ദീപ ജോസഫ് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞത്. പ്രത്യേകിച്ച് കൈരളി ചാനൽ റിപ്പോർട്ടറോടാണ് കൂടുതൽ തട്ടിക്കയറിയത്. കേരള ഹൗസിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ദീപ ജോസഫ്. ഇവരുടെ സന്ദർശനം റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു ചില രാഹുൽ മങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ റിപ്പോർട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾക്ക് നേരെ തിരിഞ്ഞത്. ദീപ ജോസഫിന്റെ സന്ദർശനത്തെക്കുറിച്ചും കേസിനെ കുറിച്ചും തത്സമയ വാർത്ത നൽകിക്കൊണ്ടിരുന്ന 2 ചാനലുകളിലെ മാധ്യമ പ്രവർത്തകരോട് ദീപ ജോസഫ് തട്ടിക്കയറുന്നതിന്റെ വീഡിയോ അടക്കം പുറത്തു വരികയായിരുന്നു. കൈരളി റിപ്പോർട്ടർ പ്രതിനിധിയോട് ദേഷ്യപ്പെടുന്നതിനിടയിൽ ഈ വിഷയത്തിൽ റിപ്പോർട്ടറിന്റെ പ്രതിനിധി ഇടപെട്ടു. പിന്നാലെ റിപ്പോർട്ടറിന്റെ പ്രതിനിധിയോടും ദീപ ജോസഫ് തട്ടിക്കയറുകയായിരുന്നു. തന്റെ അനുവാദമില്ലാതെ തന്നെക്കുറിച്ച് മോശമായി വാർത്ത കൊടുക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രിയെ ഞാൻ സ്വീകരിക്കുന്നു എന്ന വാർത്ത നൽകാം, അല്ലെങ്കിൽ ഞാൻ കേസ് ഫയൽ ചെയ്യും, എൻ്റെ പിറകെ നടന്ന് വാർത്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, റിപ്പോർട്ടർ ചാനലിനോടും കൈരളിയോട് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല, റിപ്പോർട്ടർ ഒന്ന് മാറി നിൽക്കുക എന്നായിരുന്നു ദീപ ജോസഫ് പറഞ്ഞത്. ഇതിനിടെ അതിജീവിതയെ രതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു. ഒരു അതിജീവിതയുടെയും രതിജീവിതയുടെയും കാര്യം സംസാരിക്കാനല്ല താൻ കേരള ഹൗസിൽ എത്തിയതെന്നായിരുന്നു ദീപ ജോസഫ് പറഞ്ഞത്. രാഹുൽ മങ്കൂട്ടത്തിൽ കേസിലെ ആദ്യ പരാതിക്കാരിയെ സമൂഹ മാധ്യമങ്ങളോട് അധിക്ഷേപിച്ചു എന്ന കേസിലെ പ്രതി കൂടിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അധിക്ഷേപത്തിന് കേസെടുത്തത് ചോദ്യം ചെയ്ത് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ദീപ ജോസഫിനെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. ദീപ ജോസഫ് ഒരു വനിതാ അഭിഭാഷകയല്ലേ എന്നും എന്തിനാണ് ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നതെന്നുമായിരുന്നു കോടതിയുടെ ചോദ്യം. എന്തിനാണ് അതിജീവിതയുടെ വിവരങ്ങൾ പൊതു ഇടങ്ങളിൽ വെളിപ്പെടുത്തിയതെന്നും സുപ്രീം കോടതി ദീപ ജോസഫിനോട് ചോദിക്കുകയുണ്ടായി. കേസിൽ തടസ്സ ഹർജിയുമായി അതിജീവിതയും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സൈബർ ആക്രമണത്തിൽ തനിക്കെതിരെ കേസെടുത്തത് ചോദ്യം ചെയ്ത് ദീപ ജോസഫ് ഹർജി സമർപ്പിച്ചിരുന്നു. അത് സുപ്രീം കോടതി തള്ളിയിരുന്നു. പുരുഷനായിരുന്നെങ്കിൽ അറസ്റ്റിന് നിർദ്ദേശം നൽകുമായിരുന്നു എന്നും സ്ത്രീ എന്ന പരിഗണന നൽകിയാണ് നടപടി എടുക്കാത്തതെന്നുമായിരുന്നു ദീപയുടെ ഹർജി തള്ളിക്കൊണ്ടെന്ന് കോടതി വ്യക്തമാക്കിയത്. ഒരു അഭിഭാഷക സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപപരമായ പോസ്റ്റ് ഇടാൻ പാടുണ്ടോ എന്നായിരുന്നു കോടതി ചോദിച്ചത്. ദീപ ജോസഫ് ഉപയോഗിച്ച വാക്കുകൾ ഞെട്ടലുണ്ടാക്കിയെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. നിങ്ങളൊരു അഭിഭാഷകയല്ലേ എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ ദീപ ജോസഫ് പരിചിതമാണ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരിചിതമാണ്. അതിനിടയിൽ ദീപ ജോസഫ് കേരള ഹൗസിൽ എത്തുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണാൻ. അവരുടെ വരവ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലെ റിപ്പോർട്ടർമാരെ ചില പരാമർശങ്ങൾ അവരെ ചൊടിപ്പിക്കുകയും പിന്നാലെ മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിക്കുകയും താൻ വന്നു അല്ലെങ്കിൽ താൻ സന്ദർശിച്ചു എന്ന വാർത്ത കൊടുത്തോളൂ, മറിച്ചുള്ള കാര്യങ്ങൾ എന്തിനാണ്, ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യമാണ് അവർ മാധ്യമങ്ങളോട് ഉന്നയിച്ചത്. ഇതിന്റെ വീഡിയോ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു ദീപ ജോസഫ് കേരള ഹൗസിൽ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിയിരുന്നു. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് അവിടെയും കിട്ടിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശന് സ്വന്തം നാട്ടിലും സ്വീകരണം ഒരുക്കുകയാണ്. പറവൂരിൽ നടക്കുന്ന പരിപാടിയിൽ അതിഥികളായി നടൻ മോഹൻലാലും ശ്രീകുമാരൻ തമ്മിൽ പങ്കെടുക്കും. 24-ാം തീയതി അതായത് നാളെയാണ് പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൗരാവലിയെ പ്രതിനിധീകരിച്ച് നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് ഉപഹാരം സമർപ്പിക്കും. പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രി ആദരിക്കാനുള്ള അവസരമുണ്ട്. മുഖ്യമന്ത്രി ആദരിക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് വിവരങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അറിയിച്ചു. എറണാകുളത്തും സതീശന് സ്വീകരണം നൽകുന്നുണ്ട്. കൊച്ചി പൗരാവലിയുടെ സ്വീകരണം രാവിലെ 10 മണിക്കുണ്ട്. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ, മന്ത്രിമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും. കഴിഞ്ഞ 18-ാം തീയതിയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡൽഹിയിലേക്ക് പോയിരുന്നു.
കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഡൽഹിയിൽ AICC നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയിരിക്കുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവരുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തും. KPCC അധ്യക്ഷ സ്ഥാനത്തിനായി ഗ്രൂപ്പുകൾ വടംവലി തുടരുന്നുണ്ട്. അതിനിടെയാണ് അദ്ദേഹം ഡൽഹി സന്ദർശിക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. DCC, KPCC നേതൃസ്ഥാനങ്ങളിൽ പിടിമുറുക്കാനാണ് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ, ജോസഫ് വാഴക്കൻ, മാത്യു കുഴൽനാടൻ, അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകൾ പലയിടങ്ങളിലായി ഉയർന്നു കേൾക്കുന്നുണ്ട്. MLA-മാരുമായി തിരഞ്ഞെടുക്കപ്പെട്ട DCC അധ്യക്ഷന്മാർക്കും പകരക്കാരെത്തും. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ വി ഡി സതീശന്റെ കേരള ഹൗസിൽ വൻ സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥികളും കേരള ഹൗസ് NGO അസോസിയേഷനും മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് മുഖ്യമന്ത്രിയെ വരവേറ്റത്. KC വേണുഗോപാലും ഇന്ന് രാവിലെ അദ്ദേഹത്തെ സ്വീകരിക്കുകയുണ്ടായി. കൊച്ചിൻ ഹൗസിലേക്ക് വി ഡി സതീശനൊപ്പം ഈ അണികളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും ഒക്കെ ഇരച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രി നേരിട്ട് കാണുക എന്ന ആവശ്യം ഉയർത്തുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് ഫോട്ടോ എടുത്താണ് പലരും മടങ്ങിയത്. അതേസമയം മുഖ്യമന്ത്രി വി ഡി സതീശൻ ദില്ലിയിലെത്തും മുന്നേ കേരള ഹൗസിൽ പ്രതിഷേധ ബോർഡിനെ ചൊല്ലി തർക്കം. റെസിഡന്റ് കമ്മീഷണർക്കെതിരായ പ്രതിഷേധ ബോർഡ് ബലമായി നീക്കം ചെയ്തതോടെയാണ് തർക്കം ഉടലെടുത്തത്. റെസിഡന്റ് കമ്മീഷണർ പുനീത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതിഷേധ ബോർഡ് നീക്കം ചെയ്തത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സ്ഥാപിച്ച ബോർഡാണ് RCയുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്തത്. പ്രതിഷേധക്കാർ ഫ്ലെക്സ് ബോർഡ് വീണ്ടും സ്ഥാപിക്കാൻ എത്തിയപ്പോൾ കോൺഗ്രസ് അനുകൂലികൾ തടയുകയായിരുന്നു. അന്യായമായ സസ്പെൻഷൻ പിൻവലിക്കുക, റെസിഡന്റ് കമ്മീഷണറുടെ ഏകാധിപത്യ നടപടി അവസാനിപ്പിക്കുക എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകളാണ് കേരള ഹൗസിന് മുന്നിൽ സ്ഥാപിക്കാൻ അനുവദിക്കാത്തത്. കേരള ഹൗസിലെ അസിസ്റ്റന്റ് ലൈസൺ ഓഫീസറും കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ദില്ലിയിലെ കൺവീനറായ ജയപ്രസാദിനെ റെസിഡൻസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷൻ കാലയളവിൽ ജയകുമാർ ദിവസം ഓഫീസിലെത്തി ഒപ്പിട്ട് ജോലി ചെയ്യണമെന്നായിരുന്നു RCയുടെ നിർദ്ദേശം. ഇതിനിടെ മാറ്റിയ ബോർഡ് അസോസിയേഷൻ വീണ്ടും പുനഃസ്ഥാപിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ബാനർ മറിച്ച് പ്രതിഷേധ പോസ്റ്റർ വയ്ക്കാൻ പാടില്ല എന്നായിരുന്നു കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടത്. അതേസമയം RC പുനീത് കുമാറിന്റെ നിർദ്ദേശം നേരത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ കാര്യത്തിലുള്ള തീരുമാനം ഉടനാകും. അതിനു മുമ്പേ നിർണായകമായ മറ്റൊരു നിയമനം നടത്തിയിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ കേൽക്കർ IAS മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകുമെന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറാണ് രത്തൻ ഖേൽക്കർ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആകുന്നു എന്നത് ഏറ്റവും നിർണായകമായ വിവരമാണ്. ശ്രീകുമാറാണ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. CGGS പ്രസ് സെക്രട്ടറി ആകും. റോയ് മാത്യു ആണ് മീഡിയ സെക്രട്ടറി. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ 20 പേരുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വിരമിച്ച പ്രമുഖരും ഉൾപ്പെടെ 20 പേരെയാണ് ആദ്യഘട്ടത്തിൽ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. നിർണായകമായ നിയമനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായിട്ട് വരിക എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും രത്തൻ കേൽക്കറുടെ നിയമനം അക്ഷരാർത്ഥത്തിൽ ഒരു ഗൗരവമേറിയതാണ് എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ സ്വീകരണങ്ങളൊക്കെ കിട്ടുകയാണ്. ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള സ്വീകരണമാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് കിട്ടിയത്. അണികളൊക്കെ ആവേശത്തിലായിരുന്നു മുഖ്യമന്ത്രിയായ ശേഷമുള്ള വി ഡി സതീശന്റെ വരവിൽ. വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിയിരുന്നു. പടക്കം പൊട്ടിച്ചും വലിയ സ്വീകരണം നൽകിയും ഒക്കെ പ്രവർത്തകർ സ്വീകരിക്കുകയുണ്ടായി.